കയാക്ക് നമ്മൾ നേരെ ഒറ്റയ്ക്ക് തുടങ്ങി കൊട്ടവഞ്ചി നമുക്ക് കറങ്ങി 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 പോകുന്നവനാണോ അതിരസം. ഒരാൾക്ക് പൊക്കിയെടുക്കാം. ഒരാൾക്ക് പൊക്കിയെടുക്കുന്നുണ്ട്. ഒരു കയാക്ക് ഒരാൾക്ക് സിമ്പിൾ ആയിട്ട് പൊക്കിയെടുക്കാം. ദേണ്ടേ വള്ളങ്ങള്, കയാക്കുകള്, കൊട്ടവഞ്ചികള് വിലക്കുറവിൽ കിട്ടുന്ന ഒരു സ്ഥലം. കേരളത്തിൽ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ മൂന്നാർ, കണ്ണൂർ, കാസർഗോഡൊക്കെ സ്വാഭാവികം നമുക്ക് ആഴ്ചയിൽ 1-2 ലോഡ് ഉണ്ടാവും. അത് കൂടാതെ നമ്മൾ തമിഴ്നാട്, കർണാടക, ഹൈദരാബാദൊക്കെ കയറി പോകുന്നുണ്ട്. ഒന്ന് നിർത്തിക്കേ. ഇതെങ്ങോട്ടാ കൊണ്ടുവന്നേ? ഇത് ആലപ്പുഴ പുന്നമടയിലേക്ക്. റേറ്റ് കുറഞ്ഞ കയാക്കുകൾ കിട്ടുന്ന, അപ്പൊ ഏറ്റവും റേറ്റ് കുറഞ്ഞുള്ള രീതിയിലുള്ള കയാക്കുകൾ ഇവിടെ ഉണ്ട് കേട്ടോ. ഈ കയാക്കൊക്കെ നമ്മുടെ വണ്ടിക്കകത്ത് വെച്ച് കൊണ്ടുപോകാൻ പറ്റും. കാരണത്ത് ഡിക്കി പൊക്കിക്കൊണ്ട് ഇങ്ങനെ വെച്ച് കൊണ്ടുപോകാൻ പറ്റും. സാധനം കൊണ്ടുപോകുമ്പോൾ സേഫ് ആയിട്ട് കസ്റ്റമർ കയ്യിലെത്തണം. നമ്മൾ വെറുതെ കയറ്റി വിടുമല്ലേ സാധനം. അപ്പൊ സനിയ എന്തോ ഇന്ന് പരിപാടി എന്നല്ലേ? ആലപ്പുഴയിലെ ഇത്രത്തോളം കയാക്കുകളും പെഡൽ ബോട്ടുകളും കൊട്ടവഞ്ചിയൊക്കെ ഉണ്ടാക്കുന്ന ഒരു വലിയ സ്ഥാപനമുണ്ട്. അപ്പൊ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കായിട്ട് ആ സ്ഥാപനം ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. എൻ്റെ ബാക്കിലായിട്ട് കാണുന്നതെന്ന് പറയുമ്പോൾ നിരനിരയായിട്ടിരിക്കുന്നതെന്ന് പറയുമ്പം പല രീതിയിലുള്ള പല മോഡലിലുള്ള കയാക്കുകളാണ്. ഇതിപ്പോൾ ഇന്ന് ഡെലിവറി പോകാനായിട്ടുള്ള കയാക്കുകളാണ്. ഇത്രത്തോളം കയാക്കുകളാണ് ഇവർ ഒരു ദിവസം ചെയ്യുന്നത് കേട്ടോ. 3 പേർക്ക് കയറാൻ പറ്റുന്ന വള്ളമാണ്. വള്ളത്തിൻ്റെ ഇപ്പം ഫൈനൽ പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ലാമിനേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് അത്യാവശ്യം നല്ലൊരു അടിപൊളി വള്ളമാണ് കേട്ടോ. അപ്പം ഇവിടെ നിന്നും വള്ളവും കയാക്കും ഒക്കെ പണിഞ്ഞ് നിങ്ങളുടെ കയ്യിലേക്ക് എത്തുന്നതിൻ്റെ കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. നമ്മുടെ ഈ ഒരു ഭാഗത്താണ് ഇതിൻ്റെ പരിപാടിയൊക്കെ നടക്കുന്നത്. ഒരുപാട് സ്റ്റാഫുണ്ട്, എല്ലാവരും തിരക്കിലാണ്. ഈ വള്ളത്തിൻ്റെ വർക്കിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിൻ്റെ പശയൊക്കെ ഇങ്ങനെ തേച്ചിട്ട് അതിൻ്റെ പരിപാടിയൊക്കെ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് അത്യാവശ്യം വലിയൊരു വള്ളമാണ് കേട്ടോ. അപ്പോൾ ഈ വള്ളങ്ങളൊക്കെ എന്ന് പറയുമ്പോൾ ഞാൻ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഈ ഒരു സ്ഥാപനം നിങ്ങളുടെ മുമ്പിലേക്ക് പരിചയപ്പെടുത്തിയാണ്. വർഷങ്ങളെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു 3 വർഷമായി കാണും. നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഒരുപാട് പേര് ഈ ഒരു സ്ഥാപനത്തിൽ നിന്ന് വള്ളം വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ. എല്ലാവർക്കും നല്ല അഭിപ്രായമായിട്ടുള്ളൊരു സ്ഥാപനമാണ്. ചേട്ടൻ്റെ പരിപാടി എന്തോ? പശയൊക്കെ തേച്ച് എന്തോ പരിപാടി? ഇത് നമ്മൾ ഫൈബർ ലാമിനേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ലേ? ഫൈബർ ചെയ്ത് ഫിനിഷിംഗ് ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഫിനിഷിംഗ് ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മൾ അച്ചൊക്കെ വെച്ച് സെറ്റൊക്കെ ചെയ്തു. ഇതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ ഫൈബർ വെച്ചിട്ട് അത് പശയല്ലേ ഇത്? ഇതിന്റെ റെക്സിൻ എന്ന് പറയും. മെറ്റീരിയലാണ്. അപ്പൊ ഇതിപ്പോ നമ്മൾ കാണുന്നതെന്ന് പറയുമ്പോൾ വള്ളം നിർമ്മിക്കുന്നതിന്റെ കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. തൊട്ടടുത്തായിട്ട് പെഡൽ ബോട്ട് എല്ലാ സംഭവം ഉണ്ട് കേട്ടോ. വള്ളം മാത്രമല്ല, കയാക്കുണ്ട്, പെഡൽ ബോട്ടുണ്ട്, സ്പീഡ് ബോട്ടുണ്ട്, എല്ലാം ഇവിടെ ചെയ്യുന്നുണ്ട് സ്കൈലാൻഡിൽ. ഇവരതിൻ്റെ ഫൈനൽ വർക്കിലാണ് അല്ലേ? ഫൈനൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് പെഡൽ ബോട്ടാണ്. അത്യാവശ്യം നമ്മുടെ വീഡിയോ കാണുന്നവർക്കൊക്കെ ഈ പെഡൽ ബോട്ടും കയാക്കും ഒക്കെ വേണമെങ്കിൽ തീർച്ചയായിട്ടും ഈ സ്ഥാപനമായിട്ട് കോൺടാക്ട് ചെയ്യാം. നെടുമുടിയിലാണ് ഈ ഒരു സ്ഥാപനം. ഈ നിർമ്മിക്കുന്നതെന്ന് പറയുമ്പം കയാക്കാണ്. കയാക്ക് എനിക്കൊരു കയാക്കുണ്ടേ, ഞാൻ ഇവിടുന്ന് വാങ്ങിച്ചത്. അടിപൊളി കയാക്കാണ്. ഞാൻ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇട്ട് ഇടയ്ക്കൊക്കെ തുഴയും. ഇവരതിൻ്റെ പരിപാടിയിലാണ്. ചേട്ടൻ്റെ പേരെന്തുവാ? എൻ്റെ പേര് രാജൻ. രാജൻ ചേട്ടൻ. ബിജു ചേട്ടൻ. ഇത് നിങ്ങൾ ചെയ്തതാണോ? ഇത് നിങ്ങൾ റബ്ബർ ബീഡിങ് ഇടുക സേഫ്റ്റിക്ക് വേണ്ടി. അത്ര സേഫ്റ്റി കാര്യങ്ങളൊക്കെ നോക്കി ഇവർ രണ്ടുപേരും കൂടെ എല്ലാം ചെയ്തിട്ടാണ് നിങ്ങളുടെ കൈകളിലേക്ക് എത്തുന്നത്. ഇനി ഇവിടുന്ന് ഇത് പാക്ക് ചെയ്തിട്ട് ഇന്ന് പോകണ്ടേ? ഇന്ന് എവിടത്തേക്ക് പോകണ്ടേ? ആലപ്പുഴ പുന്നമടയിലേക്ക്. എനിക്ക് തോന്നുന്നു ഈ ഒരു ലൊക്കാലിറ്റി മിക്കവാറും ആൾക്കാർക്ക് കയാക്കും വള്ളങ്ങളും കൊടുക്കുന്ന മെയിൻ ഒരു സ്ഥാപനമാണ്. കുട്ടനാട്ടിലെ മെയിൻ സ്ഥാപനമാണ് സ്കൈലാൻഡ് കേട്ടോ. കലക്കി കൊണ്ടുപോകുന്നേ കെമിക്കലാണ്. ഇത് ഏത് വള്ളത്തിൽ പ്രയോഗിക്കാൻ വേണ്ടി കൊണ്ടുപോകാം? ഇതിനകത്ത് തന്നെ ഫൈനൽ വർക്ക്. ഇത് എത്ര പേർക്ക് കയറാൻ പറ്റുന്ന വള്ളമാണ്? 12 പേർക്ക് കയറാൻ പറ്റും. 12 പേർക്ക് കയറാൻ പറ്റുന്ന വള്ളമാണ് കേട്ടോ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ വള്ളങ്ങൾ ആവശ്യക്കാർ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5-6 ദിവസത്തിനുള്ളിൽ നിങ്ങൾ പണി കൊടുക്കും? തീർച്ചയായിട്ടും കൊടുക്കും. പണിക്കാർ ഇവിടെ നിരനിരായിട്ടിരിക്കുകയാണ് കേട്ടോ. ഇതിൻ്റെ വർക്കിംഗ് ഒക്കെ ഫിനിഷിംഗ് വർക്കിംഗ് ഒക്കെ കഴിഞ്ഞിങ്ങനെ കിടക്കുകയാണ് കേട്ടോ. ഇച്ചിരിയും കൂടെ വർക്കുണ്ട്. കൊള്ളാം കേട്ടോ ഈ വള്ളം. ഇതുപോലത്തെ വള്ളങ്ങൾ മത്സ്യ കൃഷിക്കും മീൻ പിടിക്കാനും ഒക്കെ നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് പേർക്ക് ആവശ്യമായിട്ട് വരും. അപ്പോൾ നിങ്ങളുടെ എന്താണോ ആവശ്യം അതിവിടെ പറഞ്ഞു കഴിഞ്ഞാൽ അതനുസരിച്ചിട്ടുള്ള വള്ളങ്ങൾ ഇവിടുന്ന് ചെയ്ത് നിങ്ങൾക്കായിട്ട് തരും. വെള്ളത്തേക്ക് പോകുന്ന കയാക്കാണ്. അത്യാവശ്യം ഈ കയാക്കൊക്കെ നമ്മുടെ വണ്ടിക്കകത്ത് വെച്ച് കൊണ്ടുപോകാൻ പറ്റും. കാരണത്ത് ഡിക്കി പൊക്കിക്കൊണ്ട് ഇങ്ങനെ വെച്ച് കൊണ്ടുപോകാൻ പറ്റും. പുന്നമടയിലേക്ക് പോകാനുള്ളതാണ്. നിങ്ങൾ ബാക്കിലോട്ട് പോയിക്കേ. ഇത് അത്യാവശ്യം രണ്ട് പേർക്ക് കയറാവുന്ന കയാക്കാണ് അല്ലേ? നമുക്കിപ്പോൾ തന്നെ അത് ലോഡ് ഏകദേശം നമുക്ക് ഈ വീഡിയോയ്ക്ക് തന്നെ അത് കാണിക്കാൻ പറ്റും. ആലപ്പുഴ HMC പള്ളിയിലെ പള്ളിയുടെ ബാക്കിലേക്കാണ് പോകുന്നത് അല്ലേ? ടൂറിസം പർപ്പസിന് ആവശ്യമായ എല്ലാ സാധനങ്ങളും, കയാക്കുകൾ, പെഡൽ ബോട്ടുകൾ, അതുപോലെ റോവിംഗ് ബോട്ട്, കൊട്ടവഞ്ചി, സ്പീഡ് ബോട്ട്, എല്ലാ ഐറ്റംസും നമുക്ക് ഓൾറെഡി നിലവിൽ നമ്മൾ ടൂറിസം പർപ്പസുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സാധനവും എല്ലാ ഐറ്റംസും നമുക്ക് കേരളത്തിൽ എവിടെയും, കേരളത്തിൽ മാത്രമല്ല നമ്മൾ തമിഴ്നാട്ടിലൊക്കെ എത്തിച്ചു കൊടുത്തിട്ടുണ്ടല്ലേ? ഉണ്ട്. നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ മാത്രമല്ല, കേരളത്തിൽ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ മൂന്നാർ, കണ്ണൂർ, കാസർഗോഡൊക്കെ സ്വാഭാവികം നമുക്ക് ആഴ്ചയിൽ 1-2 ലോഡ് ഉണ്ടാവും. അത് കൂടാതെ നമ്മൾ തമിഴ്നാട്, കർണാടക,
ഹൈദരാബാദൊക്കെ കയറി പോകുന്നുണ്ട്. അതെ. അപ്പൊ ഇത് ശരിക്കും എത്രത്തോളം കയാക്കുണ്ട്? ഇത് ഏകദേശം ഒരു വരുന്നത് എനിക്ക് തോന്നുന്നു ഞങ്ങൾക്ക് ഇപ്പോൾ കൊടുക്കാനുള്ളത് ഒരു 56 കയാക്ക് കൊടുക്കാനുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഇത് വയനാട് കൊണ്ടുപോകാനുള്ള കയാക്കാണ് സൈഡിൽ ഇരിക്കുന്നത്. അപ്പോൾ ആ കയാക്ക് നമുക്ക് ലോഡ് ചെയ്ത് ഇപ്പോൾ തന്നെ പോകും. ഇപ്പോൾ ഇത് ആലപ്പുഴയ്ക്ക് പോകാനാണ്, നാളത്തെ കഴിഞ്ഞ് അതിന്റെ കൂടെയുള്ളതാണ് നമ്മൾ അപ്പുറത്ത് വർക്ക്ഷോപ്പിൽ കണ്ടത്. നമ്മുടെ ഇതിപ്പോ ലോഡ് ചെയ്യുന്നതിന്റെ ഒപ്പം തന്നെ നമ്മുടെ വർക്ക്ഷോപ്പിൽ അതിന്റെ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതെ. അത് നമുക്ക് വർക്ക്ഷോപ്പ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഇവിടേക്ക് കൊണ്ടുവരും. ഇവിടെ നിന്നാണ് നമ്മൾ ലോഡ് ചെയ്ത് പോകുന്നൊരു സൗകര്യമുള്ളത്. കാര്യം വർക്ക്ഷോപ്പിലേക്ക് അതിന് ഇത് സ്റ്റോക്ക് ചെയ്താൽ പൊടി പിടിച്ചു പോകാൻ ഇത് ബുദ്ധിമുട്ടുണ്ടേ, പൊടി പിടിച്ചു പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഞാൻ അങ്ങോട്ട് കയറി സന്തോഷ് ഭായി, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മളിപ്പോൾ കയാക്കിന്റെ ഏതൊക്കെ മോഡൽ ചെയ്യുന്നുണ്ട് ഈ ആവശ്യക്കാർ? നമുക്ക് കയാക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രീമിയം കാറ്റഗറി, മീഡിയം കാറ്റഗറി നമ്മൾ 2 ലെവലായിട്ട് നമ്മൾ ചെയ്യുന്നത്. ഈ മീഡിയം കാറ്റഗറിയിൽ നമ്മൾ റേറ്റ് കുറവ് വരുന്നുണ്ട്, പ്രീമിയം കാറ്റഗറിയിൽ റേറ്റ് കൂടുതൽ വരുന്നുണ്ട്. പിന്നെ റേറ്റിന്റെ ഒരു കാര്യത്തിൽ കസ്റ്റമർ ഒരിക്കലും ബേജാറാവരുത്. കാര്യം റേറ്റ് അല്ല നമ്മളുടെ വർക്കിന്റെ ക്വാളിറ്റി, നമ്മുടെ സാധനത്തിന്റെ ക്വാളിറ്റിയിലാണ് നമുക്ക് പ്രാധാന്യം. മനസ്സിലായി? നമ്മൾ റേറ്റ് ഇപ്പം വിളിച്ച് ചോദിക്കുമ്പോഴത്തേക്കും കസ്റ്റമർക്ക് ഏത് രീതിയിലുള്ളതാണ്, എങ്ങനെയാണ്, എന്ത് ക്വാളിറ്റി ആണെന്നൊന്നും മനസ്സിലാവത്തില്ല. അത് ചില ആൾക്കാർ റേറ്റ് കുറച്ച് പറയും, ചിലവർ കൂടുതൽ പറയും. അപ്പോൾ ഇതിനകത്ത് വരുന്ന വ്യത്യാസങ്ങൾ നമ്മളുടെ കയാക്കുകൾ തന്നെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. തീർച്ചയായിട്ടും പ്രീമിയം കാറ്റഗറി നല്ല അടിപൊളി വർക്കിംഗ് ആണ് കേട്ടോ. കയാക്കുകളുടെ വർക്കിംഗ് പാക്ക് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി ഇത് പാക്കിങ്ങോടുകൂടി ഇപ്പൊ കയറ്റി പോകാനുള്ളതാണ്. സന്തോഷ് ഭായി, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, അതായത് ഇപ്പം ക്വാളിറ്റി കുറച്ചും വേണമെങ്കിൽ കയാക്ക് ചെയ്യാൻ പറ്റും? തീർച്ചയായിട്ടും ക്വാളിറ്റി കുറച്ച് നമുക്ക് കയാക്ക് ചെയ്യുന്നതിൽ യാതൊരു കുഴപ്പമില്ല. പക്ഷെ നമ്മുടെ സ്ഥാപനം, ഞങ്ങളിപ്പം സനീസിന്റെ ഒരു വീഡിയോ ചെയ്തിരുന്ന വീഡിയോയിൽ ഞങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നതിന്റെ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ക്വാളിറ്റി തന്നെയാണ്. ക്വാളിറ്റിയിൽ യാതൊരു കോംപ്രമൈസും ഇല്ല. എന്ത് പറഞ്ഞാലും ക്വാളിറ്റിയിൽ യാതൊരു കോംപ്രമൈസും. അപ്പൊ ഈ കയാക്കിന്റെ വില വ്യത്യാസം ഉണ്ടാകുന്നെന്ന് പറയുമ്പോൾ ക്വാളിറ്റി കുറയുന്നത് കൊണ്ടാണ്. തീർച്ചയായിട്ടും നമ്മൾ ക്വാളിറ്റി കുറയ്ക്കാൻ തയ്യാറുമല്ല. കാരണം വെച്ചാൽ നമുക്ക് അത് ഇന്നും നമ്മൾ നിലനിൽക്കുന്ന ഒരു കാര്യം. ഇതൊരു കുട്ടനാട്, ആലപ്പുഴയിൽ കുട്ടനാട് എന്ന് പറഞ്ഞ ചെറിയൊരു പ്രദേശം, വള്ളവും ഒക്കെ നിറഞ്ഞിട്ടുള്ള സ്ഥലമാണ്. ഈ സ്ഥലത്ത് നമുക്ക് ഇത്രയും വർക്കുകൾ, ഇത്രയധികം സാധനങ്ങൾ ഈ കേരളത്തിന് വെളിയിലും പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്വാളിറ്റി തന്നെയാണ്. സ്കൈലാൻഡിന്റെ പേരെന്ന് പറയുമ്പോൾ ഇപ്പൊ കേരളത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ്. നമുക്കിപ്പോ ഇത് ശരിക്കും പറഞ്ഞാൽ പ്രീമിയം കാറ്റഗറിയിൽ പോകാൻ, പ്രീമിയം കാറ്റഗറി ഡബിൾ കളറാണ്. പ്രീമിയം കാറ്റഗറി എന്ന് പറഞ്ഞിട്ട് പ്രീമിയം കാറ്റഗറി ഡബിൾ കളറാണ് വരുന്നത്. ഇതിന് ഡബിൾ കളറാണ് വരുന്നത്. ഇത് മീഡിയം കാറ്റഗറി വരുന്നതാണ്. ഈ മീഡിയം കാറ്റഗറി എന്താ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിലക്കുറവുണ്ട്, പക്ഷേ സ്റ്റെബിലിറ്റി കുറവായിരിക്കും. ബോട്ടിന് സ്റ്റെബിലിറ്റി കുറവാണ്. ഇപ്പൊ കയാക്ക് മാത്രമൊന്നുമല്ല, ഇരിക്കുന്നല്ലേ കൊട്ടവഞ്ചി കണ്ടില്ലേ? കൊട്ടവഞ്ചി പണ്ടുള്ള ആൾക്കാർ മീൻ പിടിക്കാൻ മാത്രം കൊണ്ടുപോകുന്ന സാധനം. മീൻ പിടിക്കാൻ മാത്രമല്ല, ടൂറിസ്റ്റുകൾ മൊത്തം ഇപ്പോൾ കൊട്ടവഞ്ചിയിൽ വരുന്നത്. കയാക്കെന്നുള്ള നേരെ ഒറ്റയ്ക്ക് തുടങ്ങി കൊട്ടവഞ്ചി ആകുമ്പോൾ കറങ്ങി പോകുന്നവനാണോ അതിരസം. കയാക്ക് എടുക്കാൻ വരുന്നവർ വന്ന് കൊട്ടവഞ്ചി കണ്ട് അതൊരു എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ അവർക്ക് ശരിക്കും കൊട്ടവഞ്ചി 100% ഇഷ്ടപ്പെടും. അതിനകത്തൊരു കാര്യം. പിന്നെ രണ്ടാമെന്ന് പറയുന്നത് കൊട്ടവഞ്ചിക്ക് ഒരു പർപ്പസ് എന്ന് വെച്ചാൽ നമുക്ക് ഈ കയാക്കാകുമ്പോൾ 2 പേർക്ക് പോകാൻ പറ്റും. കൊട്ടവഞ്ചിക്ക് എങ്ങനെ പോകാൻ ഒരു 4 വലിയവർക്ക് ഒരു കുഞ്ഞിനും കയറി പോകാൻ പറ്റും. നമ്മൾ അതിന് പാടിലൊക്കെ കൊടുക്കും. ലൈഫ് ജാക്കറ്റ് മസ്റ്റ് ആയിട്ട് നമ്മൾ തീർച്ചയായിട്ടും. അത് കയാക്കിനാണ് ശരി, കൊട്ടവഞ്ചിക്കാണ് ശരി, നമ്മുടെ പെഡൽ ബോട്ടിൽ പോകുന്നതാണ് ശരി, സ്പീഡ് ബോട്ടാണ് ശരി, മസ്റ്റ് ആയിട്ട് നമ്മൾ ലൈഫ് ജാക്കറ്റ് കൊടുത്തിരിക്കും. ഞാനേ നിങ്ങളെയൊക്കെ കാണിച്ചു തരുന്ന പറയുമ്പോൾ ഈ വള്ളം മാത്രമല്ല, വള്ളത്തിന്റെ മുകളിലേക്ക് അട്ടിയിട്ട് വെച്ചിരിക്കുന്ന പറയുമ്പോൾ കയാക്കുകളുടെ മോഡലുകളാണ്. ഇത് ഒറ്റ ദിവസം പോകാനുള്ളതാണോ? ഒറ്റ ദിവസം പോകാനുള്ള, ഇന്ന് പോകാൻ വേണ്ടിയുള്ള. ഈ വണ്ടി എന്ന് പറഞ്ഞാൽ ലോഡ് ചെയ്യുന്ന നമുക്ക് വണ്ടിയിൽ ഇപ്പോൾ ഏകദേശം മാക്സിമം കയറാന്ന് കയറും. ഈ വണ്ടി റോഡിൽ എടുത്തും അടുത്ത വണ്ടി വരും, അടുത്ത് മാക്സിമം കയറ്റും. നമുക്ക് ഇന്ന് വിട്ട വണ്ടി എന്തായാലും ശരി പല നമ്മുടെ സ്ഥലങ്ങളിൽ ഇറക്കി, ഓരോ സ്ഥലങ്ങളിൽ ഇറക്കിയാണ് സാധനങ്ങൾ പോകുന്നത്. പിന്നെ അത്യാവശ്യം നമ്മളിപ്പോൾ പാക്ക് ചെയ്യുന്ന സാധനം കാണിച്ചു വെച്ചാൽ ആ പാക്ക് സാധന കമ്പനിക്കാരെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ പ്ലാസ്റ്റിക് ഒരിക്കലും നമ്മൾ ഈ പ്ലാസ്റ്റിക്കിൽ വെച്ച് വിടത്തില്ല. ഇത് സാധനം പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞ്, പോളിഷ് പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞ്, ആ ഫൈബർ കൊണ്ട് പൊതിഞ്ഞ് കസ്റ്റമർക്ക് സേഫ് ആയിട്ട് എന്ന് വെച്ചാൽ അവൻ തരുന്ന മണിക്ക് ഒരു വാല്യൂ നമ്മൾ കൊടുക്കുന്നുണ്ട്. എന്ത് സാധനമാണെങ്കിലും ഈ പാഡിലാണെങ്കിൽ പോലും നമ്മൾ അതേപോലെ പൊതിഞ്ഞു കൊടുക്കത്തുള്ളൂ. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് പലർക്കും പല സ്ഥലങ്ങളിൽ നിന്നും കയാക്കുകൾക്ക് ആവശ്യമാണെങ്കിൽ ഒറ്റ ലോഡികൾ ഇപ്പൊ കൊല്ലം ജില്ലയിലേക്ക് ഇപ്പൊ 10-20 വേണമെങ്കിൽ ഒരുമിച്ച് ഓർഡർ പറയുകയാണെങ്കിൽ എത്തിച്ചു കൊടുക്കാൻ തീർച്ചയായിട്ടും പറ്റും. അപ്പൊ കസ്റ്റമർക്ക് ഒരു കൺഫ്യൂഷൻ കാണും. ഇപ്പോൾ എന്റെ ലോഡ് വരുമ്പോൾ മറ്റുള്ള സ്ഥലങ്ങളും കൊണ്ട് എന്റെ ലോഡിലും ബുദ്ധിമുട്ടുണ്ടാവുമോ? ഒരിക്കലും ഇല്ല. നമ്മൾ അതേപോലെ സേഫ് ചെയ്ത് ഇപ്പോൾ ഒരു ധാരാപാത്തി, ഒരു 10 കയാക്ക് അല്ലെങ്കിൽ ഒരു സ്റ്റീം ബോക്സ് ഒരുമിച്ച് കൊണ്ടുപോകുന്ന ആൾക്കാരുടെ സംശയങ്ങൾ ഇതെല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുമോ? നമ്മൾ അതിനുള്ള വണ്ടി സൗകര്യം ചെയ്ത് അതേപോലെ ഓരോന്ന് വ്യക്തമായിട്ട് കെട്ടി അതിന്റെ ബില്ലെല്ലാം സെപ്പറേറ്റ് മാറ്റി എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് പെടുത്തുള്ളൂ. അവിടെ ചെന്ന് ഇറക്കുമ്പോൾ കസ്റ്റമർ 100% സാറ്റിസ്ഫൈഡ് ആയിരിക്കും. പുതുതായിട്ട് ചെയ്യുന്ന ഒരു മോഡലാണ് ഇതല്ലേ? ഇപ്പൊ ഏറ്റവും നമുക്ക് പുതുതായിട്ട് ചെയ്യുന്ന ഒരു മോഡലാണ്. കാരണം സാധാരണ ആൾക്കാർ നമ്മളോട് റേറ്റ് കുറഞ്ഞ കയാക്കുകളാണെന്ന് ചോദിക്കും. പലയിടത്തും ഫോൺ ചെയ്തിട്ട് റേറ്റ് കുറഞ്ഞ കയാക്കുകൾ കിട്ടുന്നത്. അപ്പൊ ഏറ്റവും റേറ്റ് കുറഞ്ഞുള്ള രീതിയിലുള്ള കയാക്കുകൾ ഇവിടെ ഉണ്ട് കേട്ടോ. അതെ, ഇതുണ്ടല്ലേ, ഇത് റേറ്റ് തീരെ കുറവാണ്. മീഡിയം കയാക്കാണ് ഇത്. മീഡിയം ലെവലിൽ നമ്മൾ ചെയ്യുന്ന കയാക്കാണ്. ഇതിനകത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ മറ്റ് കയാക്കിനെ അപേക്ഷിച്ച് നോക്കുവാണെങ്കിൽ എന്തൊക്കെയാണ് സ്റ്റെബിലിറ്റി നമുക്ക് ഓൾറെഡി നിലവിൽ ഇത് കുറവാണ്. മറ്റേ കയാക്ക് പ്രീമിയം കാറ്റഗറിയിലുള്ള കയാക്കിനേക്കാൾ സ്റ്റെബിലിറ്റി കുറവായിരിക്കും. അതുപോലെ നമ്മൾ വെയിറ്റിംഗ് കപ്പാസിറ്റി കാരണം മറ്റേ കയാക്കിൽ 110 കിലോ കയറുമെങ്കിൽ ഇതിൽ അത്ര തൂക്കം കയറത്തില്ല. ഇതിൽ എത്ര പേർക്ക് പോകാൻ പറ്റും? ഒരാളുടെ സിംഗിൾ കയാക്കാണ്. ഡബിൾ കയാക്ക് നമുക്ക് മീഡിയം കാറ്റഗറിയിൽ
സിംഗിളും ഡബിളും ചെയ്യാൻ പറ്റും. ഇത് മറിയാനുള്ള സാധ്യത ഉണ്ടോ? മറിയാനുള്ള സാധ്യതയില്ല. ഇതിന് വെയിറ്റിംഗ്, അതായത് നമ്മളിപ്പോൾ ഒരു 100 കിലോ ഉള്ള ആൾക്ക് കയറാൻ ഇത് പറ്റത്തില്ല. ഒരാൾക്ക് പൊക്കിയെടുക്കാം. ഒരാൾക്ക് പൊക്കി എടുത്തിട്ടുണ്ട്. ഇതുണ്ടല്ലേ ഒരു കയാക്ക്, ഒരാൾക്ക് സിമ്പിളായിട്ട് പൊക്കിയെടുക്കാം. മീഡിയം കയാക്കാണ് കേട്ടോ ഇത്. റേറ്റ് കുറഞ്ഞിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് കയാക്ക് വേണമെങ്കിൽ അതിനും കോൺടാക്ട് ചെയ്യാം. എത്ര പീസ് വേണമെങ്കിലും ഇവർ ചെയ്ത് നിങ്ങൾക്ക് വേണ്ടി തരുന്നതായിരിക്കും. ഈ ഒരു വണ്ടി കണ്ടില്ലേ, ഈ ഒരു വണ്ടിക്കകത്ത് മിക്കവാറും സ്ഥലങ്ങളിലൊക്കെ ഇവർ തന്നെ എത്തിച്ചു തരും, വള്ളമാണെങ്കിലും കയാക്കുകളാണെങ്കിലും. അതായത് താറാവള്ളം മുതൽ വലിയ വള്ളങ്ങൾ വരെ ഇവർ ചെയ്യുന്നുണ്ട്. പിന്നെ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ കയാക്കുകളാണ്. ഇപ്പോൾ ടൂറിസം പർപ്പസിനൊക്കെ മിക്കവാറും കയാക്കുകൾ ആലപ്പുഴയിൽ നിന്ന് പോകാറുള്ളതെന്ന് പറയുമ്പോൾ ഈ ഒരു സ്ഥാപനത്തിൽ നിന്നാണ്. അത്രയ്ക്കും കയാക്കുകളാണ് ഇവർ ഓരോ ദിവസവും നിർമ്മിക്കുന്നത്. ഇവരുടെ വർക്കിംഗ് നടക്കുന്ന ഏരിയയാണ് നിങ്ങൾ ഈ കാണുന്നത്. അത്രത്തോളം കയാക്കുകൾ പാക്ക് ചെയ്ത് വളരെ ശ്രദ്ധയോടുകൂടിയാണ് ഇവർ മിക്കവാറും സ്ഥലങ്ങളിലെല്ലാം എത്തിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇവരുടെ നമ്പർ ഞാൻ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു സ്ഥാപനമാണ്. ആലപ്പുഴയിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ വള്ളങ്ങളും കയാക്കുകളും കയറിപ്പോകുന്ന ഒരു സ്ഥാപനം തന്നെയാണ് സ്കൈലാൻഡ്.